സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം ഓൺഗ്രിഡിൻ്റെ നിയമം മാറുമോ എന്നുള്ളതാണ്. ഒരു ഓൺഗ്രിഡ് സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ചിന്തിക്കുന്നത് ഗ്രോസ് മീറ്റർ വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ മാറുമോ, ഭാവിയിൽ ഇത് നഷ്ടത്തിലേക്ക് കലാശിക്കുമോ എന്നൊക്കെ ചിന്തിക്കും. ഇത് സാധാരണമാണ്. എന്നാൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടുന്നതിന് വൈദ്യുതിയുടെ നിയമവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നിയമം മാറുമോ ഇല്ലയോ എന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും. കേന്ദ്ര ഗവൺമെൻറ് നിയമപ്രകാരം ഒരു സംസ്ഥാനം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 25% റിന്യൂവബിൾ എനർജി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് നിയമമുണ്ട്. ഇതിലെത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു യൂണിറ്റിന് 25 പൈസ മുതൽ 35 പൈസ വരെ കേന്ദ്രത്തിന് ഫൈനായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ സോളാർ, വിൻഡ്, അതുപോലെ ജലവൈദ്യുത പദ്ധതി, ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും തമ്മിൽ ഒന്ന് നോക്കാം. കേരളം ഒരു ദിവസം വേനൽക്കാലത്ത് 9 കോടി യൂണിറ്റോളം ഉപയോഗിക്കുന്നു. മഴക്കാലത്ത് ശരാശരി ഒരു 7 കോടി യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വേനൽക്കാലത്ത് നമ്മൾ 1 കോടി യൂണിറ്റ് മുതൽ 2 കോടി യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കുന്നു. മഴക്കാലത്ത് 3 കോടി യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഉപയോഗവും ഉൽപ്പാദനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഓരോ വർഷവും 1 കോടി യൂണിറ്റിനടുത്തിട്ട് ഓരോ വർഷവും ഉപയോഗവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ഫൈൻ അടയ്ക്കേണ്ടി വരികയില്ല. എന്നാൽ വരും വർഷങ്ങളിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സോളാറിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഫൈൻ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 25% 1 കോടി യൂണിറ്റിൻ്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം 25 പൈസ ഫൈൻ വെച്ചിട്ട് 25 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതായത് ഒരു വർഷം ഏകദേശം 90 കോടി രൂപയോളം ഫൈൻ അടയ്ക്കേണ്ടി വരുന്നു. വരും വർഷങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുതലാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സർവേ അനുസരിച്ച് അല്ലെങ്കിൽ കണക്കനുസരിച്ച് 2025 40% വെഹിക്കിൾ ഇലക്ട്രിക്കലിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. അതായത് 1 കോടി വെഹിക്കിളുള്ള കേരളത്തിൽ 40 ലക്ഷം ഇലക്ട്രിക്കലിലേക്ക് മാറും. ഒരു വെഹിക്കിളിന് 5 യൂണിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 2 കോടി യൂണിറ്റ് ഉപയോഗം കൂടുതലായിട്ട് വരും. ഇനി മറ്റൊരു സംഗതിയുള്ളത്, ഗ്യാസിൻ്റെ വില വർദ്ധിച്ചതിനാൽ ഗ്യാസിനേക്കാൾ ലാഭം ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യുന്നതാണ്. ഇത് അനേകം ആൾക്കും അറിയില്ല. ഈ കാര്യം ആളുകൾ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 1/2 കോടി യൂണിറ്റോളം ഈ പാചകത്തിന് തന്നെ വേണ്ടിവരും. ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വർദ്ധിക്കുമോ? ഒരു 2 വീലറിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 2 രൂപ പെട്രോൾ എക്സ്പെൻസ് ആവും. എന്നാൽ ഒരു ഇലക്ട്രിക് 2 വീലർ ആണെങ്കിൽ 25 പൈസയേ ചിലവ് വരികയുള്ളൂ. ഇനി ഒരു കാറിൽ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 6 രൂപ പെട്രോൾ എക്സ്പെൻസ് വരും. എന്നാൽ ഇലക്ട്രിക് കാർ ആണെങ്കിൽ 1 രൂപയെ ഇലക്ട്രിക്കൽ കാറിൻ്റെ എക്സ്പെൻസ് വരികയുള്ളൂ. ഈ കാര്യവും കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്ക് അറിയില്ല. ഇത് പൊതുവെ ആളുകൾ അറിഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ ഇലക്ട്രിക്കലിലേക്ക് മാറും. ചൈനയിൽ അതാണ് സംഭവിച്ചത്. ചൈനയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു മാസം 2.5 ലക്ഷത്തിലധികം ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ചൈനയിൽ വിറ്റുമാറുന്നത്. അതുകൊണ്ട് കേരളത്തിലും ഇതേ സ്ഥിതിവിശേഷം തന്നെ വരും. ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് ആളുകൾ കൂടുതൽ മാറും. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. ഇനി ഓരോ വർഷവും ഈ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട ശതമാനം കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിക്കൂട്ടി വരും. 2021 21% ഓരോ സംസ്ഥാനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടത്, റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ടത്. 2022 അത് 25% 2030 43% ആക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 2030 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം. ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ 2022 ഓഗസ്റ്റ് 10 മനോരമ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ വർഷവും റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ടാർഗറ്റ് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് സോളാർ വെക്കുക മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ സോളാറിന് എതിരെ എന്തെങ്കിലും ഒരു നിയമങ്ങൾ വന്നാൽ സോളാർ ഉൽപ്പാദനം കുറയുകയും KSEB കേന്ദ്ര ഗവൺമെൻറ് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു,
റിന്യൂവബിൾ എനർജിയുടെ ഉൽപ്പാദനം കൂട്ടിയില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം, ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ സോളാർ വെക്കുന്നതിന് കൂടുതൽ അനുകൂലമായ നിയമങ്ങളെ KSEB കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളൂ. ഈ KSRTC ഇലക്ട്രിക്കൽ വെഹിക്കിൾ മുൻകാലങ്ങളിൽ വാങ്ങിയിരുന്നെങ്കിൽ അതിലുള്ള ജീവനക്കാർക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം കിട്ടുമായിരുന്നു. ഇതുപോലെ തന്നെ പൊതുജനങ്ങൾ സോളാർ വെച്ചില്ലെങ്കിൽ KSRTയുടെ അവസ്ഥ തന്നെ KSEBക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നിയമങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു സംഗതി, പൊതുജനങ്ങൾ സോളാർ സ്ഥാപിച്ചില്ലെങ്കിൽ KSEB കോടിക്കണക്കിന് രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് സോളാറിനെതിരെയുള്ള നിയമങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് സഹായകമായ വീഡിയോകളും കൊടുക്കുന്നു. നിങ്ങൾക്ക് സോളാറിനെ സംബന്ധിച്ചും എനർജിയെ സംബന്ധിച്ചുമുള്ള വീഡിയോകൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിഷയം കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.